ഇന്ന് നമുക്ക് ബെഞ്ച് പ്രസ്സിൽ എങ്ങനെ സേഫായിട്ട് ഫെയിൽ ആവാൻ നോക്കിയാലോ? വായോ. ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും സേഫസ്റ്റും ആയിട്ടുള്ള മെത്തേഡാണ് സേഫ്റ്റീസ് യൂസ് ചെയ്യുക എന്നുള്ളത്. സേഫ്റ്റീസ് കറക്റ്റ് ഹൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ബാർ ചെന്ന് വീഴുന്നത് നിങ്ങളുടെ കഴുത്തിലായിരിക്കും. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ജിമ്മിൽ വേറെ ആളുകളുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ബെഞ്ചിൻ്റെ ആർച്ച് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ ബാർ നമുക്ക് സേഫായിട്ട് സേഫ്റ്റീസിൽ വെക്കാൻ സാധിക്കണം. ദാറ്റ്സ് ദ പെർഫെക്റ്റ് ഹൈറ്റ്. രണ്ടാമത്തെയും ഏറ്റവും കോമണും ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബാക്കിൽ സ്പോട്ടറിനെ വെക്കുക എന്നുള്ളത്. ഇതും വളരെ സേഫാണ് ആൻഡ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ 150 kg കൂടുതലൊന്നും ബെഞ്ച് പ്രസ് ചെയ്യാത്തവർക്ക് ഒരു സ്പോട്ടറിനെ മാത്രം വെച്ചാൽ മതി. എത്ര വീക്കായിട്ടുള്ള ഒരാൾക്കാണെങ്കിലും 2 കൈ വെച്ച് ബെഞ്ച് പ്രസ് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ. ഓക്കെ, സോറി, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ, ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. സേഫ്റ്റീസോ സ്പോട്ടേഴ്സോ ഇല്ലാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ക്ലിപ്സ് യൂസ് ചെയ്യാതെ ബെഞ്ച് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഫെയിൽ ആയി കഴിഞ്ഞാൽ ബാർ ഒരു സൈഡിലേക്ക് ഇത്തരത്തിൽ ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ മതി. സൈഡിലുള്ള പ്ലേറ്റ്സ് ഒക്കെ ഇത്തരത്തിൽ സ്ലൈഡായിട്ട് തറയിൽ വീണു. ഇതൊരു സൈഡിൽ 2.5 പൗണ്ടേ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് സ്പീഡിൽ തറയിൽ വീഴാത്തത്. ഹെവി വെയ്റ്റ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ തന്നെ തറയിൽ വീഴും. അതുകൊണ്ട് ഓൾവേസ് യൂസ് ബമ്പർ പ്ലേറ്റ്സ്, ഇല്ലെങ്കിൽ ജിമ്മിൻ്റെ ഓർഡർ നിങ്ങളെ ചവിട്ടി പുറത്താക്കും.